വിജയ് ദിവസിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തുരങ്ക പദ്ധതി ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഡാക്കിലെ ഷിൻകുൻല ടണൽ പദ്ധതിയുടെ ഉദ്ഘാടനമാണ് അദ്ദേഹം നിർവഹിച്ചത്. കാർഗിൽ വിജയ് ദിവസ് 25ാം വാർഷികത്തോടനുബന്ധിച്ച് ദ്രാസിലെ കാർഗിൽ യുദ്ധ സ്മാരകത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗും ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. ഹിമാചൽ പ്രദേശിനെയും കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തുരങ്കമാണിത്. 4.1 കിലോമീറ്റർ നീളമുള്ള ഷിൻകുല്ല തുരങ്കം നിമുപാദും ദാർച്ച റോഡിൽ 15,800 അടി ഉയരത്തിലാണ് നിർമ്മിക്കുന്നത്. 1,681 കോടി രൂപ ചെലവിൽ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനാണ് തുരങ്കം നിർമ്മിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തുരങ്കമായി ഇത് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൈനയിലെ 15,590 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മില തുരങ്കമാണ് നിലവിൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തുരങ്കം. ഓരോ 500 മീറ്ററിലും ക്രോസ് പാസേജുകളുള്ള തുരങ്കമായിരിക്കും ഷിൻകുൻല ടണൽ. ഇതൊരു ട്വിൻ ട്യൂബ് ടണൽ അഥവാ ഇരട്ട തുരങ്ക പാത കൂടിയായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തുരങ്കമായിരിക്കും ഇത്. സൈന്യത്തിന്റെയും ആയുധങ്ങളുടെയും സുഗമമായ നീക്കത്തിനും ലഡാക്കിലെ സാമൂഹിക സാമ്പത്തിക വികസനത്തിനും തുരങ്കം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഴിഞ്ഞ മാർച്ചിൽ ലഡാക്കിലെ 298 കിലോമീറ്റർ ദൈർഘ്യമുള്ള നിമുപാദം ദാർച്ച റോഡിൽ BRO യാത്രാ സൗകര്യം ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഷിൻകുൻല തുരങ്കത്തിന്റെ നിർമ്മാണം തുടങ്ങുന്നത്. 2 വർഷം കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഷിൻകുൻ ചുരം എല്ലാ വർഷവും 5 മാസത്തോളം മഞ്ഞ് മൂടിക്കിടക്കും. അതുകൊണ്ട് തന്നെ ഈ വഴി യാത്ര ചെയ്യാനാകില്ല. എന്നാൽ തുരങ്കം വരുന്നതോടെ എല്ലാ കാലാവസ്ഥയിലും യാത്ര ചെയ്യാൻ സാധിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രതികൂല കാലാവസ്ഥയാണ് നിലനിൽക്കുന്നതെങ്കിലും ചൈനയുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ മേഖലയിൽ തുരങ്കങ്ങളുടെ നിർമ്മാണത്തിന് സർക്കാർ പ്രാധാന്യം നൽകുന്നുണ്ട്. കിഴക്കൻ ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെ നീളുന്ന 3,448 കിലോമീറ്റർ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ ചൈനയോട് കിടം പിടിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ കഴിഞ്ഞ 4 വർഷത്തിനിടെ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. റോഡുകൾ, പാലങ്ങൾ, സൈനിക ആവാസ കേന്ദ്രങ്ങൾ, ഹെലിപാഡുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഈ പ്രദേശങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്.